സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം. അപ്പം അടുത്ത നാമം 178ാമത്തെ നാമമാണ് നിർഭേദ. 179 ഭേദനാശിനി. അത് രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ നിർഭേദ എന്ന് പറയുമ്പോൾ ഭേദമില്ലാത്തവൾ എന്നും, ഭേദനാശിനി എന്ന് പറയുമ്പോൾ ഭേദബുദ്ധിയെ ഇല്ലാതെയാക്കുന്നവൾ. അപ്പോൾ നമ്മളെ എല്ലാത്തിലും ഭേദം കൽപ്പിക്കുന്നു. അതായത് ഇതങ്ങനെ അതിങ്ങനെ, അപ്പോൾ അതിനെ മാറ്റി നിർത്തുന്നു, ഇതിനെ സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മളൊരു ഭേദ ബുദ്ധി അല്ലെങ്കിൽ ഭേദചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ അതൊന്നുമില്ലാത്ത ഭേദചിന്തയെ ഇല്ലാതെയാക്കുന്നവൾ. അപ്പോൾ നമ്മളൊക്കെ എല്ലാം പലതായി കാണുന്നത് കൊണ്ടാണ് നമുക്കെല്ലാ ബുദ്ധിമുട്ടുകളും എന്നാണ് നമ്മുടെ അദ്വൈത സിദ്ധാന്തം പറയുന്നത്. ശങ്കരാചാര്യരൊക്കെ അതിലെയാണ് ഒരുപാട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിർഭേദ എന്നത് വസ്തുക്കൾക്കോ പ്രതിഭാസങ്ങൾക്കോ ഒന്നും തമ്മിൽ ഒരു ഭേദവുമില്ല എന്നുള്ള, എല്ലാം ഒരേ സത്യത്തിൽ ആണ് നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ സത്യം തൻ്റെ ഭക്തന്മാർക്ക് വെളിവാക്കി കൊടുക്കാൻ ദേവി ഭേദചിന്തയെ ഇല്ലാതെയാക്കുന്നു. അതാണ് 179ാമത്തെ നാമം, ഭേദബുദ്ധിയെ ഇല്ലാതെയാക്കുന്നവൾ. അതാണ് ഭേദനാശിനി. ഇനി നിർനാശ 180 നിർനാശ, നാശമില്ലാത്തവൾ. നാശമില്ലാത്തവൾ എന്ന് പറയുമ്പോൾ എന്നും നിത്യം അനന്തം അജ്ഞാതം എന്നൊക്കെ, അനന്തം അജ്ഞാതം എന്നൊക്കെ പറയില്ലേ, എന്നും ഉള്ളത്. അപ്പോൾ നമ്മളെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ദേവി എന്നാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും അത് നിത്യശുദ്ധ മുക്ത ബുദ്ധ ബോധമാണെന്ന് പറയും. അപ്പോൾ ആ ഒരു അനന്തമായ ശുദ്ധമായ ആ ഒരു ബോധം, അതാണ് നാശമില്ലാത്തത്. അതിന് നാശമില്ല. അതാണ് അത് മനുഷ്യർക്ക് മാത്രമാണ് തോന്നുന്നത് അത് ഉണ്ടായി ഇല്ലാതെയായി എന്നൊക്കെ. പക്ഷേ ഇതിന് ഈ വിശ്വത്തിന് ചിലപ്പോൾ നാശമുണ്ടായാലും പോലും ആ അനന്തശക്തി, ആ ഒരു അനന്തശക്തിയാണ് നമ്മൾ ദേവിയെന്നും ഭഗവാനെന്നും ഒക്കെ വിളിക്കുന്നത്. ആ ദേവിക്ക് അല്ലെങ്കിൽ നാശമില്ല, ഉൽപ്പത്തിയുമില്ല, നാശവുമില്ല. ഉണ്ടായതിനേ നാശമുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായതല്ല എന്നുമുള്ളതാണ്. അതുകൊണ്ട് അതിന് നാശമില്ല എന്ന് പറയുന്നു. ഇനി 181ാമത്തെ നാമം മൃത്യുമദനി. അതായത് മൃത്യുവിനെ നശിപ്പിക്കുന്നവൾ. ഭക്തർക്ക് മൃത്യുഭയമില്ലാതെയാക്കുന്നു ദേവി എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ചോദിച്ചാൽ മരണഭയമാണെന്ന് പറയും. എത്രയും ശക്തിയുള്ളവനാണെങ്കിലും, എത്രയും വലിയ ശരീരബലമുള്ളവനാണെങ്കിലും, അവൻ ഒരു സമയത്ത് ഒരു ചെറിയ ചിന്ത പോലും അവന് മരണഭയം ഉണ്ടാക്കും, ചില ചിന്തകൾ. അപ്പോൾ ആ മൃത്യുഭയത്തെ ഇല്ലാതെയാക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. അപ്പോൾ ഈ മരണഭയം ആർക്കും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എന്നാലും ജനിച്ചവർക്കെല്ലാം മരണവും തീർച്ചയാണ്. എന്നാലും ആ ഒരു മരണഭയം നമ്മളെ ഭരിക്കുമ്പോൾ നമുക്ക് ജീവിതം ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഭയത്തെ ഇല്ലാതെയാക്കുന്നു. അതാണ് മൃത്യുമദനി. മൃത്യുവിനെ നശിപ്പിക്കുന്നവൾ. മഥനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലാതെയാക്കുക. അപ്പോൾ ഭക്തർക്ക് മൃത്യുഭയം ഇല്ലാതെയാക്കുന്നവൾ ദേവി എന്ന് പറയുന്നത്. അങ്ങനെ ആയുസ് നീട്ടിക്കിട്ടാനും ഒക്കെ പല ഭക്തരും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടിയ കഥകളും ഒക്കെ നമുക്ക് പലയിടത്തും വായിക്കാൻ കഴിയും. അപ്പോൾ അതാണ് മൃത്യുമദനി. പിന്നെ മൃത്യുമഥനൻ എന്ന് പറയുന്ന ശിവൻ്റെ ഒരു നാമമാണ്. അതിൻ്റെ ഒരു സ്ത്രീലിംഗ രൂപമാണ് മൃത്യുമദനി. അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് നിഷ്ക്രിയ. നിഷ്ക്രിയ എന്ന് പറയുമ്പോൾ ക്രിയയില്ലാത്തവൾ. അപ്പോൾ ഒരു പ്രവൃത്തിയാണ് ക്രിയ, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പോൾ ഞാൻ എഴുതുന്നു, അപ്പോൾ അവിടെ എഴുതുന്നു എന്നുള്ളതാണ് ക്രിയ. അപ്പോൾ അങ്ങനെ ഒരു ക്രിയയില്ലാത്തവളാണ്. കാരണം ഒന്നും ദേവിക്ക് ഇവിടെ ചെയ്യാനൊന്നുമില്ല. അതാണ് ആ ഒരു പരമാത്മ സത്യമായിട്ടുള്ള എന്താണോ ഉള്ളത്, അതിനിവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഭഗവാൻ എന്നെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ദേവി അങ്ങനെ ചെയ്തു. ദേവിക്കോ ഭഗവാനോ നമുക്കോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എല്ലാത്തിനും ആധാരഭൂതയായ പരാശക്തിയായ ദേവി തൻ്റെ ഒരു പ്രപഞ്ച സൃഷ്ടിയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ ലയവുമൊക്കെ ദേവി തനിയെ ചെയ്യുന്നു. അത് എന്താ പറയുക,
അത് അത് തനിയെ നടക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അത് പിന്നെ ഏത് പ്രവൃത്തിയും ചെയ്യുന്നു എന്നുള്ളൊരു ഭാവമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതില്ലാത്ത ദേവി, അതാണ് നിഷ്ക്രിയ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കുട്ടി ഇപ്പോൾ പരീക്ഷ എഴുതുന്നതാണ്. അപ്പോൾ ആ പരീക്ഷ എഴുതിയ കുട്ടിയാണ് അതിൻ്റെ ഫലം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിച്ചു, എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആകാംക്ഷയായിരിക്കും. അതുപോലെ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിനെക്കുറിച്ച് ആലോചിക്കാത്ത ആ ഒരു അനന്തശക്തിയായ ആ ആദിപരാശക്തിയാണ് ദേവി. അപ്പോൾ ദേവിക്ക് അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരു ചിന്ത ഒന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരും ഫലത്തെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നവരാണ്. അപ്പോൾ ജീവൻ മുക്തരായവർക്ക് മാത്രമേ ഈ ഫലത്തിൽ കൂടുതൽ ആകാംക്ഷ ഇല്ലാതിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വലിയ വലിയ യോഗി വൈര്യന്മാരായിട്ടുള്ള നാരായണ ഗുരുദേവനെ പോലെയും ഒക്കെ ശങ്കരാചാര്യർ, അവർ ഈ ഫലം ഇച്ഛിക്കാതെ അവരുടെ കർമ്മങ്ങളിൽ ഇങ്ങനെ മുഴുകുന്നതായിട്ടാണ് കാണുക. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ഫലം ഇച്ഛിക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നമ്മൾക്ക് എപ്പോഴാണോ കഴിയുക, അപ്പോഴാണ് ആ ഒരു ദൈവിക ശക്തി നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ ആത്മരഥരാകുമ്പോഴാണ് ഒന്നിനോടും ഒട്ടി നിൽക്കാതെ അസക്തരായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോഴാണ് ആ പ്രവൃത്തിക്ക് നല്ലൊരു ഫലമുണ്ടാവും. അതാണ് നിഷ്ക്രിയ. അത് അപ്പോഴാണ് ആ ഒരു പ്രവൃത്തി, അങ്ങനെ ഒരു പ്രവൃത്തി ദേവി അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവി അങ്ങനെ തൻ്റെ ഭക്തരെ അത്തരം പ്രവൃത്തിക്ക് വേണ്ടി പ്രചോദിപ്പിക്കുന്നു. അതാണ് നിഷ്ക്രിയ. പിന്നെ അതിൽ നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പിന്നെ ചാപ്റ്റർ 3 കുറച്ച് ശ്ലോകങ്ങളുണ്ട് കർമ്മയോഗത്തിൽ. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ പിന്നെ ഗീത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 17, 18, 19 ചാപ്റ്റർ 3. അതായത് എസ്തു ആത്മതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ നൈവ തസ്യ ഹൃദയനാർത്ഥാന ഹൃദയനേഹ കശ്ചന നജാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യഭാശ്രയഃ തസ്മാത് അസക്തസതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അതായത് അവസാനം പറഞ്ഞത് ശ്രദ്ധിക്കുക. അതായത് തസ്മാത് അസക്ത സതതം, അസക്തനായിട്ട്, അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് അസക്ത സതതം, അസക്തനായിട്ട് കാര്യം കർമ്മ സമാചര, കാര്യം നന്നായിട്ട് ആചരിക്കുക, സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത്, അസക്തനായിട്ട് ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് ഉടനെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടണം. അങ്ങനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അതൊരിക്കലും കിട്ടില്ല. അത് റെയറായിട്ട് അങ്ങനെ ഒരു ഫലം ഉടനെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാതെ ആകുമ്പോൾ നമ്മളുടെ മനസ്സ് താഴുകയും നമ്മൾ ഒരു എന്താ പറയുക, താഴ്ന്ന ഒരു ചിന്താഗതിയിൽ വളരെ പെട്ടെന്ന് ദുഃഖത്തിന് അടിമപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. അതുകൊണ്ടാണ് ജീവിതത്തിലൊരു സന്തോഷം ഇല്ലാതെ തോന്നുന്നത്. ഇനി 183ാമത്തെ നാമം നിഷ്പരിഗ്രഹ. നിഷ്പരിഗ്രഹ എന്ന് പറയുമ്പോൾ പരിഗ്രഹമില്ലാത്തവൾ, ഒന്നിനെയും പിടിച്ചു വയ്ക്കുന്നില്ല. പരിഗ്രഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തു വയ്ക്കുക. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ പരിഗ്രഹിക്കുകയാണ് ആ ഒരു സ്ത്രീയെ, ആ പുരുഷൻ. അപ്പോൾ അതുപോലെ ആരിൽ നിന്നും ഒന്നും പരാശക്തി സ്വീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കുറേ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഞാനെല്ലാം ദേവിക്കെല്ലാം കൊടുത്തു എന്നൊക്കെ നമുക്കൊരു തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നു. പക്ഷേ എന്നാൽ ദേവി ഇതെല്ലാം ഭക്തർക്ക് വേണ്ടി സ്വീകരിക്കുകയാണ്. അത് അല്ലാതെ തനിക്കായിട്ട് ദേവിക്കൊന്നും ആവശ്യമില്ല. എല്ലാം ഉള്ള ആൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട, ഒരു നിറഞ്ഞിരിക്കുന്ന കുടത്തിൽ വല്ലതും ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നിറകുടം തുളുമ്പില്ല എന്ന് പറയില്ലേ, അതുപോലെ അതിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്നത്, തൻ്റെ ഭക്തൻ കൊടുക്കുന്നത് ദേവി സ്വീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ, അപ്പം നിഷ്പരിഗ്രഹം എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവളാണ് ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കും. കാരണം ഭക്തൻ തരുന്നത് സ്വീകരിച്ച് ആ ഭക്തനെ പിന്നെ
തൃപ്തിപ്പെടുത്തുന്നു. ഇനി 184 നാമം നിസ്തുല, തുല്യതയില്ലാത്തവൾ. ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പലതും ഈ വ്യക്തി അതുപോലെയാണ്, ഇയാളുടെ സ്വഭാവം അതുപോലെയാണ്. ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ഇങ്ങനെ കമ്പാരിസണാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കുട്ടി ഇങ്ങനെയാണല്ലോ, ആ കുട്ടി അങ്ങനെ അല്ലല്ലോ, അവനിങ്ങനെ സ്വഭാവം ഇതാണല്ലോ, ഇവൻ ഈ സ്വഭാവം അല്ലല്ലോ. ഇങ്ങനെ നമുക്ക് കമ്പാരിസണാണ് ഏറ്റവും ഇഷ്ടം മനുഷ്യന്. അപ്പോൾ നിസ്തുല എന്ന് പറയുമ്പോൾ ഒന്നിനെ വർണ്ണിക്കാൻ വേറൊന്നിനെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതിനെയാണ് നമ്മൾ തുലനം ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ദേവിയുടെ ഒരു ശക്തിയുമായിട്ട് തുലനം ചെയ്യാൻ വേറെ ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ടാണ് തുലനം ചെയ്യാൻ സാധ്യമല്ലാത്തവൾ നിസ്തുല. ഇനി അടുത്തത് നീലചിഗുര, നീല നിറമുള്ള മുടിയുള്ളവൾ, അതാണ് നീലചിഗുര. അപ്പോൾ നല്ല കറുത്ത ഇടതൂർന്ന മുടി ആണ് ദേവിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറേ സ്വരൂപമൊക്കെ വർണ്ണിക്കുന്നത് പറയുമ്പോൾ നീലചിഗുര, നീല നിറമുള്ള മുടിയുള്ളവൾ എന്നാണ് ഈ നാമം പറയുന്നത്. അപ്പോൾ അത് ഒരു സ്ത്രീ സൗന്ദര്യ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഇനി നിരപായ, അപായമില്ലാത്തവൾ. അപായം എന്ന പദത്തിന് നാശം, മരണം, ദുരിതം, ദൗർഭാഗ്യം ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ. അപ്പോൾ നിരപായ എന്ന് പറയുമ്പോൾ ഭക്തരിനെ പലതരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, മരണങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കും, ത്രാണനം ചെയ്യുക. അതാണ് നിരപായ. അപായങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൾ, അതാണ് നിരപായ. പിന്നെ അടുത്തത് നിരത്യയ, 187 നാമം. അപ്പോൾ 186 നിരപായ, 187 നിരത്യയ. അപ്പോൾ എന്താണ് നിരത്യയ? താൻ തന്നെ ഏർപ്പെടുത്തിയതിൻ്റെ നിയമത്തെ അതിക്രമിക്കാത്തവൾ. അപ്പോൾ അത്യയമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ അത്യയം താൻ തന്നെ കുറച്ച് നിയമങ്ങളുണ്ടാക്കി. ഇവിടുത്തെ ഈ ലോകം കുറച്ച് നിയമങ്ങളെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആ നിയമത്തിനനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ വരുന്നതും ചന്ദ്രൻ പോകുന്നതൊക്കെ നമ്മളുടെ കൺട്രോളിലല്ല. ഇതെല്ലാം ഒരു പ്രപഞ്ച സത്യത്തെ, അതിൻ്റെ ഒരു നിയമത്തെ അത് ഫോളോ ചെയ്യുന്നു. അപ്പം താൻ തന്നെ ഏർപ്പെടുത്തിയ നിയമം, അപ്പോൾ പരാശക്തിയായ ദേവി ഏർപ്പെടുത്തിയ നിയമങ്ങളെ തനിക്ക് ശക്തിയുണ്ടെങ്കിലും അതിക്രമിക്കാത്തവൾ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏത് നിയമത്തെ വേണമെങ്കിലും ദേവിക്ക് അതിക്രമിച്ച്, ഇപ്പോൾ സൂര്യനെ വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഗതിയെ മാറ്റാം. എല്ലാത്തിനും കഴിവുണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ എല്ലാം പ്രപഞ്ചം ഒരു താളത്തിൽ പോകാൻ വേണ്ടി സഹായിക്കുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ ശക്തിയും ഉണ്ടെങ്കിലും ആ ശക്തിയൊക്കെ എപ്പോഴെപ്പോഴും കാണിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ ഒരു സാധാരണ ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു നമ്മളെയൊന്നും. എന്നാൽ ഇത്രയും ശക്തി സ്വരൂപിണിയായിട്ട് പോലും ആർക്കും ആരെയും ആ ഒരു നിയമത്തിൽ തന്നെ എല്ലാം പോകുന്നു, ഒന്നിനെയും അതിക്രമിക്കാത്തവൾ എന്നാണ് അർത്ഥം. ഇനി അടുത്തത് ദുർലഭ, 188 നാമം ദുർലഭ എന്ന് പറയുമ്പോൾ ലഭിക്കാൻ വിഷമമുള്ളവൾ. അപ്പോൾ ക്ലേശം കൊണ്ട് മാത്രമേ ദേവിയെ ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ലഭിക്കാൻ വിഷമമുള്ളവർ. അപ്പോൾ വളരെയധികം യോഗ സാധനകൾ കൊണ്ടും തപസ് കൊണ്ടും നിരന്തരമായിട്ടുള്ള ശ്രമം കൊണ്ടും ആണ് യോഗികൾക്ക് പോലും ദേവിയെ ലഭിക്കുള്ളൂ. അതാണ് ദുർലഭ എന്ന് പറയുന്നത്. ദുർഗമ എന്ന് പറഞ്ഞാൽ ഗമിക്കാൻ വിഷമമുള്ളവൾ, അതായത് പ്രാപിക്കാൻ വിഷമമുള്ളവൾ. അതുപോലെ തന്നെ അത് രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പോൾ 188 ദുർലഭ, 189 ദുർഗമ, രണ്ടും ഒരേ അർത്ഥമാണ്. പ്രാപിക്കാൻ വിഷമമുള്ളവൾ. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഭഗവാനെ ദേവിയൊക്കെ അറിയാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് അറിയാൻ വിഷമമുള്ളവൾ, പ്രാപിക്കാൻ വിഷമമുള്ളവൾ എന്ന് അർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട്, മഹാദേവിക്ക് സമർപ്പിക്കുന്നു, ആദിപരാശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ലളിതാ സഹസ്രനാമം ഇത്രയും ഭാഗം ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അപ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.